This is Henna. Welcome to Henna's English. ഇന്ന് നമുക്ക് they എന്ന വാക്കിനെ കുറിച്ച് പഠിക്കാം. ഈ വാക്കിനെ അവർ, അവ, അവർക്ക്, അവയ്ക്ക് എന്നൊക്കെയാണ് അർത്ഥം. കുറച്ച് സെന്റൻസുകൾ നോക്കാം. They are my brothers. അവർ എൻ്റെ സഹോദരന്മാരാണ്. ഈ സെന്റൻസിൽ they എന്ന വാക്കിന് അവർ എന്നാണ് അർത്ഥം. ആർ എന്ന് പറഞ്ഞാൽ ആണ്, മൈ എൻ്റെ, ബ്രദേഴ്സ് സഹോദരന്മാർ. അടുത്ത സെന്റൻസ് they are my books. അവ എൻ്റെ പുസ്തകങ്ങളാണ്. ഈ സെന്റൻസിൽ they എന്ന വാക്കിന് അവ എന്നുമാണ് അർത്ഥം. ഇനി അടുത്ത സെന്റൻസ് they have a sister. അവർക്ക് ഒരു സഹോദരിയുണ്ട്. ഈ സെന്റൻസിൽ they എന്ന വാക്കിന് അവർക്ക് എന്നാണ് അർത്ഥം. ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട്, എ സിസ്റ്റർ ഒരു സഹോദരി. അടുത്ത സെന്റൻസ് they have wings. അവയ്ക്ക് ചിറകുകളുണ്ട്. ഈ സെന്റൻസിൽ they എന്ന വാക്കിന് അവയ്ക്ക് എന്നുമാണ് അർത്ഥം. ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട്, വിങ്സ് ചിറകുകൾ. ഇനി നമുക്ക് they എന്ന വാക്കിൻ്റെ മറ്റ് രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. their, them, theirs ഇവയാണ് they എന്ന വാക്കിൻ്റെ മറ്റ് രൂപങ്ങൾ. their എന്ന വാക്കിന് അവരുടെ അല്ലെങ്കിൽ അവയുടെ എന്നൊക്കെയാണ് അർത്ഥം. രണ്ട് സെന്റൻസുകൾ നോക്കാം. their mother is a teacher. അവരുടെ അമ്മ ഒരു അധ്യാപികയാണ്. ഈ സെന്റൻസിൽ their എന്ന വാക്കിന് അവരുടെ എന്നാണ് അർത്ഥം. മദർ എന്ന് പറഞ്ഞാൽ അമ്മ, ടീച്ചർ അധ്യാപിക. ഇനി അടുത്ത സെന്റൻസ് their prices are high. അവയുടെ വിലകൾ ഉയർന്നതാണ്. ഈ സെന്റൻസിൽ their എന്ന വാക്കിന് അവയുടെ എന്നുമാണ് അർത്ഥം. പ്രൈസസ് എന്ന് പറഞ്ഞാൽ വിലകൾ, ഹൈ ഉയർന്നത്. ഇനി അടുത്തത് them എന്ന വാക്കിന് അവരെ, അവയെ, അവർക്ക്, അവയ്ക്ക്, അവരോട്, അവയോട് എന്നൊക്കെയാണ് അർത്ഥങ്ങൾ. കുറച്ച് സെന്റൻസുകൾ നോക്കാം. ഐ ലൈക്ക് them. എനിക്ക് അവരെ ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്ക് അവയെ ഇഷ്ടമാണ്. രണ്ട് രീതിയിലും അർത്ഥം പറയാം. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക, ഐ ലൈക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ്. ഇനി അടുത്ത സെന്റൻസ് ഐ ഗേവ് them ഫുഡ്. ഞാൻ അവയ്ക്ക് ഭക്ഷണം കൊടുത്തു അല്ലെങ്കിൽ ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തു. രണ്ട് രീതിയിലും അർത്ഥം പറയാം. ഫുഡ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം, ഗേവ് കൊടുത്തു അല്ലെങ്കിൽ നൽകി. ഇനി അടുത്ത സെന്റൻസ് ഷോ മേഴ്സി ടു them. അവരോട് കരുണ കാണിക്കൂ അല്ലെങ്കിൽ അവയോട് കരുണ കാണിക്കൂ. ഷോ എന്ന് പറഞ്ഞാൽ കാണിക്കുക, മേഴ്സി കരുണ. അപ്പോൾ രണ്ട് രീതിയിലും അർത്ഥം പറയാം. ഇനി അടുത്തത് theirs എന്ന വാക്കിന് അവരുടേത് അല്ലെങ്കിൽ അവയുടേത് എന്നൊക്കെയാണ് അർത്ഥം. ഒരു സെന്റൻസ് നോക്കൂ. ദിസ് ഫുഡ് ഈസ് theirs. ഈ ഭക്ഷണം അവരുടേതാണ് അല്ലെങ്കിൽ ഈ ഭക്ഷണം അവയുടേതാണ്. രണ്ട് രീതിയിലും അർത്ഥം പറയാം. ദിസ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണം. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് മലയാളം സെൻറ്റൻസുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശരിയായ സെൻറ്റൻസ് ഞാൻ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കിയതിന് ശേഷം ശരിയാണോ എന്നറിയുന്നതിന് വേണ്ടി കമൻറ്റ് ബോക്സ് നോക്കുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.